നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്നും അറിയാൻ സാധിക്കാതെ മടങ്ങാന്ന് വെച്ചാ നിങ്ങൾ ക്ഷമയോടെ മടങ്ങിപ്പോയേ മതിയാവൂ. നമ്മെ എത്ര നിർബന്ധിച്ചാലും നാം ഇപ്പോ പാർവതിയെ കുറിച്ച് ഒന്നും പറയില്ല. അല്ല, ഗുരുജിക്ക് ഞങ്ങളെ വിശ്വാസമായിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാവും പാർവതി ആരാണെന്ന് വ്യക്തമാക്കാൻ അങ്ങ് മടിക്കുന്നല്ലേ? സത്യം വദ, ധർമ്മം ചര, സ്വാധ്യാമ പ്രമത് എന്ന് വെച്ചാൽ സത്യം പറയണം, ധർമ്മം ആചരിക്കണം, സ്വാധ്യായത്തിൽ നിന്നും വ്യതിചലിക്കരുത്. അതാണ് നമ്മുടെ മാർഗം. ഗുരുജി, അതിന് ഞങ്ങൾ ഒരു കളവും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ അവിശ്വസിച്ച് പാർവതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങളോട് പറയാതിരിക്കരുത്. പ്രതാപ, അതെടുത്ത് അവിടേക്ക് വെക്കൂ. എടുത്തു വെക്കൂ. എന്താണിത്? ദക്ഷിണയാണ്. ഒരു 5 ലക്ഷം രൂപയുണ്ട്. സർവസംഘ പരിത്യാഗിയായ നമുക്ക് എന്തിനാണ് പണം? നമുക്കിത് ആവശ്യമില്ല. പണം നൽകി നമ്മെ സ്വാധീനിക്കാനാണോ നിങ്ങളുടെ ശ്രമം? അയ്യോ ഗുരുജി, അങ്ങ് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇതൊരിക്കലും അങ്ങയെ സ്വാധീനിക്കാൻ നീട്ടിയ പണമൊന്നുമല്ല. ഞങ്ങള് ആശ്രമത്തിലേക്ക് വന്ന് ഗുരുജിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് ഗോപിനാഥ് ഈ ആശ്രമത്തിന്റെ വളർച്ചയ്ക്കായിട്ട് സംഭാവന നൽകിയ തുകയാണിത്. എങ്കിൽ ഈ പണം ആശ്രമത്തിനുള്ളിലെ വിഗ്രഹത്തിന് മുന്നിൽ സമർപ്പിച്ചാൽ മതിയാകും. അതവിടെ സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് മടങ്ങാം. ഹരി ഓം. ശരി ശരി ഗുരുജി. പാർവതി, ജയ. പാർവതി, ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇന്നലെ രാത്രി വന്നിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ല. ഞാൻ വന്നപ്പോ ഇവിടെ സുശീലയും റിയയും പരസ്പരം കണ്ട് പേടിച്ച് നിലവിളിക്കുമായിരുന്നു. പിന്നെ ഞാൻ നിന്നെ കാണാൻ നിന്നില്ല, തിരികെ പോയി. അപ്പോഴാണോ ജയ വന്നത്? അത് സുശീലന്റെ റിയയും വെറുതെ ഒരു ഭ്രാന്ത് കാണിക്കായിരുന്നു. ആ റിയ ഉറക്കമില്ലാതെ ഹാളിൽ ചുമ്മാ പരതി നടക്കുമായിരുന്നു. ഇരുട്ടത്ത് പ്രതീക്ഷിക്കാതെ ആന്റിയെ കണ്ടപ്പോ പ്രേതമാണെന്ന് കരുതി റിയ അങ്ങ് പേടിച്ചുപോയി. പാർവതി, വെറുതെ അല്ല രാത്രി ഇരുട്ടത്ത് റിയ ഇവിടെ തപ്പി നടന്നത്. പിന്നെ റിയ ഇന്നലെ തപ്പിയത് ഒരു ഫോട്ടോയാ. ഫോട്ടോയോ? എന്ത് ഫോട്ടോ? അത് അവളുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോയാ. അത് ഈ വീട്ടിൽ എവിടെയോ ഉണ്ട്. ആ ഫോട്ടോ റിയ കണ്ടെത്തും മുമ്പേ പാർവതി കണ്ടെത്തണം. അത് കിട്ടിയ റിയ ശരിക്കും ആരാണെന്ന് പാർവതിക്ക് ബോധ്യപ്പെടും. ഓഹോ, അത് ശരി. അപ്പോ വെറുതെ അല്ല റിയ രാത്രി ഇവിടെ ഇറങ്ങി നടന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.